ബിഷപ്പ് സ്ഥലം തിരിച്ചു വാങ്ങിക്കുന്നതിൻ്റെ ലീഗൽ നോട്ടീസ് അയച്ചതിൻ്റെ പേരിൽ കിച്ചുവിൻ്റെ ഒരു ലൈവ്. അപ്പോൾ അതിനെ തുടർന്നൊരു ലൈവാണ്. അപ്പോൾ ആ ലൈവ് നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ ഇത്ര വലിയ സംഭവമൊന്നുമല്ല ഇപ്പോൾ നടന്നേക്കുന്നത്. ഇപ്പോൾ വിചാരിച്ചെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വീടും സ്ഥലവും പോകണമെന്ന് പോലും ഇല്ല. എല്ലാ കാര്യം പറയാം. ഒന്നാമത്തെ കാര്യം, ഇതൊരു കേസായിട്ടല്ല വന്നേക്കുന്നത്, ഇതൊരു നോട്ടീസാണ്. വക്കീൽ നോട്ടീസ് എന്നുള്ളൊരു സംഭവമാണ്. അത് കേസായെന്നല്ല എൻ്റെ അർത്ഥം. ഒരു പരാതി എന്നുള്ള രീതിയിൽ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സംഭവമാണ് ഈ വക്കീൽ നോട്ടീസ്. അല്ലാതെ എന്നെ പിടിച്ച് ജയിലിടും, അല്ല എൻ്റെ വീട് പോവോ. ആ ഫിറോസിക്കാനെ വിളിച്ച് ഞാൻ സംസാരിച്ചായിരുന്നു. ഞങ്ങൾ 2 മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചായിരുന്നു. അപ്പം ഞാനത് പോയി കൈപ്പറ്റാനോ ഒപ്പിടാനോ കാര്യത്തിനൊന്നും ഞാൻ പോകത്തില്ല. എന്നെ ബാധിക്കുന്നൊരു സംഭവമല്ല ഒന്നാമത്തെ കാര്യം. അങ്ങനെ വിശപ്പാമ്പെന്ന് വിളിച്ചു, അത് ഞാൻ കേട്ടു. അതിപ്പം ഞാനിപ്പോൾ എൻ്റെ കാര്യം മാത്രം ഞാൻ ക്ലിയർ ആക്കിയാൽ മതി. എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഞാൻ എങ്ങനെ പോകുന്നോ എനിക്കത് മാത്രം നോക്കിയാൽ ഇങ്ങനെ. അല്ലാതെ ഇനി മറ്റുള്ളവരെ ഇനി തിരുത്താൻ, നിങ്ങൾ പറയുന്ന പോലെ അമ്മേനെ തിരുത്താനോ അങ്ങനെ അതിൻ്റെ ആവശ്യം എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഓരോരുത്തരോട് ഇഷ്ടമുണ്ട്. ഞാൻ ആ രീതിയിൽ നിൽക്കുന്ന ഒരാളാണ്. ഇപ്പം എൻ്റെ കാര്യം മാത്രം ഞാൻ ക്ലിയർ ആക്കി പോയാൽ മതി എന്നുള്ള രീതിയാണ് എനിക്കല്ലാതെ ആ ഒരു ബെൽറ്റിലോട്ട് കയറാൻ താല്പര്യമില്ല. ഞാൻ ആ വീട് കൊടുക്കുന്നത് ഞാൻ അവിടെ അല്ല നിൽക്കുന്നത്, ഞാൻ കൊല്ലത്താണ് നിൽക്കുന്നത്. പണ്ടോട്ടാണ് ഞാൻ കൊല്ലത്താണ് നിൽക്കുന്നത്. ഈ വീടിൻ്റെ പേരിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിലും 15 വർഷം കഴിയണം. അല്ലാതെ ഇപ്പം ഞങ്ങൾ വീട് കഴിഞ്ഞ് കൊടുക്കാൻ അങ്ങനെ എനിക്ക് എന്തായാലും സമയമുണ്ട്. എനിക്കൊരു വീടൊക്കെ വയ്ക്കാൻ സമയമൊക്കെ ഉണ്ട്. എനിക്ക് അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നില്ല. ഇതുവരെ മൈൻഡ് അല്ലാതെ എനിക്ക് നട്ടലിന് കുറവുള്ളതൊന്നുമില്ല. മനസ്സിലായ? എനിക്ക് ആ ഒരു ബാച്ചിലോട്ട് കയറാൻ താല്പര്യമില്ല. എനിക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ താല്പര്യമില്ല. ഞാൻ എൻ്റെ ഭാഗം മാത്രം ക്ലിയർ ആക്കി പോയാൽ മതി. ഞാൻ ഹാപ്പിയാണ്. ഞാൻ കൊല്ലത്ത് നിൽക്കുന്നതിൽ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഇത് തന്നെയാണ് ഇഷ്ടം. ഈ ഫ്യൂച്ചറല്ലേ എന്നെ കൊണ്ട് പറ്റിയ ഒരു വീടൊക്കെ വെക്കാനായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ അമ്മേനെ തിരുത്താൻ പറയുന്നത് അതെനിക്ക് ഞാൻ നോക്കുകയാണെങ്കിൽ എൻ്റെ കാര്യം എനിക്ക് നോക്കിപ്പോയാൽ എനിക്ക് വേറെ എന്നെ ബാധിക്കുന്നില്ല. വേറെ ആരെയും തള്ളിപ്പറയല്ല. എനിക്ക് ഈ വീട് തന്നവരാണെങ്കിൽ സ്ഥലം തന്നിട്ട് ഞാൻ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പം ഇന്നൊരു ഈ ഒരു സംഭവം നടന്നപ്പോഴാണ് ഞാൻ ആദ്യം വിളിച്ചേക്കുന്നത് ഫിറോസിക്കാനെ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. എനിക്ക് ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഉണ്ട്, അതൊന്നും എനിക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഇന്ന് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പുറത്തോട്ട് കാണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് എല്ലാവരും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്കറിയാം. അമ്മയുടെ കാര്യത്തിലാണോ ഇടപെടില്ല, അമ്മ എൻ്റെ കാര്യത്തിലാണോ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ എന്തെങ്കിലും അങ്ങോട്ട് കൊണ്ട് ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ എനിക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചില്ലറൊക്കെ ആവശ്യമുണ്ടെങ്കിലും ഞാൻ അമ്മേനെ ഇങ്ങനെ വിളിക്കും. അങ്ങനത്തെ ഒരു സംഭവം കോണ്ടാക്ട്സ് മാത്രമേ ഉള്ളൂ. ഇപ്പം കിച്ചു പറയുന്ന കിച്ചുവിനെ ബാധിക്കുന്ന സംഭവമല്ല. ഞാനത് കൈപ്പറ്റാൻ പോയിട്ടില്ല, ഞാൻ ഒപ്പിട്ട് വാങ്ങിക്കാൻ പോയിട്ടില്ല, പോകത്തും ഇല്ലെന്നാണ് കിച്ചു പറയുന്നത്. അത് കിച്ചുവിൻ്റെ അറിവില്ലായ്മയാണ്. കാരണം കിച്ചുവിനെ സംബന്ധിക്കുന്ന കാര്യം തന്നെയാണ്. കിച്ചുവിൻ്റെ പേരിലും അയാളെ കുട്ടിയുടെ പേരിലുമാണ് ഇഷ്ടദാനമായിട്ട് ഈ സ്ഥലം തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കിച്ചുവിൻ്റെ പേരിൽ ലീഗൽ നോട്ടീസ് അയച്ചത്. ആ വസ്തു തിരിച്ചെടുക്കുന്നതിൻ്റെ പേരിലുള്ള ലീഗൽ നോട്ടീസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ വസ്തു നഷ്ടപ്പെടാനുള്ള കാരണങ്ങളൊക്കെ കിച്ചുവിനറിയാലോ. കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. കിച്ചു ഈ ലോകത്ത് തന്നെയല്ലേ ജീവിക്കുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളാണ്, സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുള്ള ഒരാളാണ്. അപ്പം രേണുസുതി ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ സ്ഥലം കൊടുത്തവരെ, വീട് വെച്ച് കൊടുത്തവരെയൊക്കെ അവഹേളിച്ച് സംസാരിക്കുന്ന പല ചാനലിലും ഇൻ്റർവ്യൂ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കിച്ചു കണ്ടിട്ടുള്ളതാണ്. അപ്പം അതിനെതിരെ കിച്ചു യാതൊരുവിധ നടപടിയും, ഒരു പ്രതികരണമോ കിച്ചുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പം രേണുസുതിയുടെ ഭാഗത്തു നിന്നും ഇത്രയധികം അവഹേളനയൊക്കെ ഉണ്ടായപ്പോഴാണ് ബിഷപ്പ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. അപ്പോൾ കിച്ചുവിൻ്റെ പേരിലാണ് സ്ഥലം, കിച്ചുവിൻ്റെയും ഇളയ കുട്ടിയുടെയും പേരിലാണ് ഈ ഇഷ്ടദാനം തന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണ് കിച്ചുവിൻ്റെ പേരിലും ലീഗൽ നോട്ടീസ് അയച്ചിട്ടുള്ളത്. അല്ലാതെ ഇത് കേസോ വേറൊന്നും അല്ല. ആ വസ്തു ഇഷ്ടദാനം റദ്ദ് ചെയ്യാനുള്ള ലീഗൽ നോട്ടീസാണ്. അതിൻ്റെ ആദ്യപടിയാണ് ആ ലീഗൽ നോട്ടീസ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. അത് കൈപ്പറ്റിയാലും കൈപ്പറ്റിയില്ലേലും ആ കാര്യങ്ങളെല്ലാം നിയമപരമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അപ്പം ഈ കൊച്ചിനോട് നമുക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനുമില്ല അമ്മയുമില്ല. അപ്പം അങ്ങനെ ഒരു കുട്ടിക്ക് ഈ ഒരു വസ്തു ഇഷ്ടദാനം കൊടുക്കുകയും അവർ വീട് വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്തത് വളരെ വലിയൊരു കാര്യമാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടമായിരുന്നു. ഈ രേണുസുതിയുടെ ഈ ഒരു സംസാരങ്ങളും ഈ ധാർഷ്ട്യം നിറഞ്ഞ സംസാരങ്ങളും ഒക്കെ വെറുക്കുമ്പോഴും കിച്ചു എന്ന് പറയുന്ന കുട്ടിയോട് എല്ലാവർക്കും ഇഷ്ടം തന്നെയായിരുന്നു. അപ്പോൾ കിച്ചുവിന് മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. കിച്ചു പറയുന്നുണ്ട്, അമ്മയുടെ വഴിക്ക്, ഞാൻ എൻ്റെ വഴിക്ക്, ഞാൻ അങ്ങോട്ടും തിരക്കാറില്ല ഇങ്ങോട്ടും തിരക്കാറില്ല എന്നൊക്കെ കിച്ചു പറയുന്നുണ്ട്. അത്യാവശ്യം ചില്ലറ വേണ്ടപ്പോൾ മാത്രം ഞാൻ കോൺടാക്ട് ചെയ്യും, അത്രേ ഉള്ളൂ ഞങ്ങൾ തമ്മിലുള്ള കോൺടാക്ട്സ് എന്നൊക്കെ കിച്ചു ഈ ലൈവിൽ പറയുന്നുണ്ട്. അപ്പോൾ കിച്ചുവിനോട് പറയാനായിട്ടുള്ളൊരു കാര്യം, കിച്ചു എന്ത് ചെയ്തില്ല എന്നുള്ളത്, കിച്ചു ഒന്നിനും ഇടപെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. അതായത് കിച്ചുവിൻ്റെ പേരിലാണ് ഈ സ്ഥലം തന്നിട്ടുള്ളത്. നിങ്ങൾ 2 മക്കളുടെ പേരിലാണ് ഈ സ്ഥലം തന്നിട്ടുള്ളത്. കിച്ചു പഠന സംബന്ധമായിട്ടും അല്ലെങ്കിൽ തന്നെ കുഞ്ഞിലെ തന്നെ കൊല്ലത്ത് അച്ഛൻ്റെ വീട്ടിലാണ് താമസം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോഴും കൊച്ചു അവിടെ തന്നെയാണ് നിൽക്കുന്നത്, അവിടെ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ വീട് തന്നത് കുട്ടിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പഠിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം കുട്ടി അവിടെയല്ല നിൽക്കുന്നത്. എന്നാൽ പോലും ലീഗലി അത് കിച്ചുവിൻ്റെ പേരിലുള്ള വീടാണ്. നാളെ ഒരു സമയത്ത് അതെന്ത് ചെയ്യാനാണെങ്കിലും താമസിക്കാനാണെങ്കിലും ഇനി എന്തിനാണെങ്കിലും 15 വർഷത്തിന് ശേഷം അത് കിച്ചുവിൻ്റെ അനുജനായ ആ കുട്ടിക്ക് മാത്രം പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സ്ഥലത്ത് താമസിക്കുന്നത് രേണുസുതിയും അവരുടെ കുടുംബവുമാണ്. അവിടെ താമസിച്ചുകൊണ്ട് ആ വീട് ദാനം തന്നവരുടെയും ആ സ്ഥലം തന്നവരുടെയൊക്കെ പേരിൽ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ പറയുകയും അവഹേളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരെ അത് ബാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടായാൽ അത് കിച്ചുവിനെ നാളെ അത് ബാധിക്കും. അപ്പോൾ കിച്ചുവിന് എന്ത് ചെയ്യാമായിരുന്നു? കിച്ചു അവർ തല്ലാനോ പിടിക്കാനോ ഒന്നും അല്ല ആരും പറഞ്ഞു തരുന്നത്.
കിച്ചു പറയേണ്ടത് സോഷ്യൽ മീഡിയയിൽ അവരെ അവഹേളിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്ന് പറയാനുള്ള തൻ്റെ ഇടം കിച്ചു കാണിക്കണമായിരുന്നു. അത് പറയാനുള്ള ശരി കിച്ചുവിൻ്റെ ഭാഗത്തുണ്ട്. കാരണം കിച്ചുവിൻ്റെ പേരിലാണ് ആ വീട് തന്നിട്ടുള്ളത്. ഒരച്ഛൻ മരിച്ച കുട്ടി, അച്ഛനുമില്ല അമ്മയുമില്ല എന്നുള്ള ആ ഒരു വിഷമവും സഹതാപവും അതിൻ്റെയൊക്കെ പേരിലാണ്, കഷ്ടപ്പെടരുത് എന്നൊക്കെ ഉള്ളതിൻ്റെ പേരിലാണ് ഈ സ്ഥലം അവർ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതെങ്കിലും കിച്ചു ഒന്ന് മനസ്സിലാക്കി രേണുസുതിയെയും അവരുടെ വീട്ടുകാരെയും ഒന്ന് പറഞ്ഞു കൊടുത്ത് ഇവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വരരുത്, അത് എന്നെയും നാളെ ബാധിക്കും എന്ന് പറയാനുള്ള ഒരു ബാധ്യസ്ഥത കിച്ചുവിനുണ്ടായിരുന്നു. പക്ഷേ കിച്ചു അവിടെ മിണ്ടിയില്ല. അതാണ് കിച്ചുവിൻ്റെ ഭാഗത്ത് വന്ന തെറ്റ്. അല്ലാതെ ഈ ബിഷപ്പ് എന്ന് പറയുന്ന ആളോ അല്ലെങ്കിൽ KHDC ഫിറോസോ ഒന്നും കിച്ചുവിനെ ആരെയും ഒന്നും പറയുകയോ കിച്ചുവിനെതിരെ ആക്ഷൻ എടുക്കുകയോ അല്ല ചെയ്യുന്നത്. അവരും ചിന്തിക്കും, ഇത്രയും പ്രായമായ ഒരു മകനാണ് കിച്ചു, എന്നിട്ട് പോലും കിച്ചു എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നവർ ചിന്തിക്കും. കാരണം കിച്ചുവിനെ നോക്കുന്നത് രേണുസുതി അല്ല, അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചിലർ തരുമായിരിക്കും, പക്ഷെ നോക്കുന്നത് വല്യച്ഛനാണ്. പിന്നെ പഠന ചെലവ് നടത്തുന്നത് 24 ആണ്. വസ്തുവും വീടും വെച്ച് തന്നത് മറ്റുള്ളവരാണ്. അപ്പോൾ ഇതിനകത്ത് താമസിക്കുന്നത് രേണുസുതിയും കുടുംബവുമാണ്. അത് ഇളയ കുട്ടിയുടെ അവകാശത്തിന്മേലാണ് അവരവിടെ താമസിക്കുന്നത്. രേണുസുതി ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, എനിക്ക് വീട് തന്നു, എൻ്റെ പേരിൽ വീടില്ലല്ലോ, പിന്നെ എന്നോട് എന്തിനാണ് ഇതൊക്കെ പറയുന്നത്. പക്ഷെ താമസിക്കുന്നത് അവിടെ ആണെന്നവർ ചിന്തിക്കുന്നില്ല. അവരുടെ മകൻ്റെ പേരിലാണ് ഈ വീടെന്നവർ ചിന്തിക്കുന്നില്ല. ഇത് നഷ്ടപ്പെട്ടാൽ അവരുടെ ഇളയ കുട്ടിയായ അവരുടെ മകനും കൂടിയാണ് ഇത് നഷ്ടമാകുന്നത് എന്നവർ ചിന്തിക്കുന്നില്ല. ഇനിയിപ്പോൾ ഇളയ കുട്ടിക്ക് അത് നഷ്ടമായാൽ രേണുസുതി ഇപ്പോൾ സമ്പാദിക്കുന്നുണ്ട്, ആ കുട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാനുള്ള കഴിവ് ഇന്ന് രേണുസുതിക്കുണ്ട്. പക്ഷെ ഒന്നുമില്ലാതായി പോകുന്നത് മൂത്ത കുട്ടിയായ ആ കിച്ചുവിനാണ്. കാരണം അമ്മയുമില്ല അച്ഛനുമില്ല. എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കത്തേ ഉള്ളൂ. മക്കളോട് സ്നേഹമുള്ള ഒരു അമ്മയാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് കിട്ടിയ ആ ദാനത്തിന്മേൽ, മക്കൾക്ക് കിട്ടിയ ആ സ്ഥലത്ത് താമസിച്ചുകൊണ്ട് അവരെ അവഹേളിക്കാനും അവരെ കുറ്റപ്പെടുത്താനും അത് അവർ തിരിച്ചെടുക്കാൻ അവരെ പ്രേരിപ്പിക്കും വിധം കാര്യങ്ങൾ കൊണ്ട് എത്തിക്കത്തില്ലായിരുന്നു. എന്നിട്ട് വന്നിട്ടൊരു ചോദ്യം, വരട്ടെ നോക്കാം, ഞങ്ങളെ ഇറക്കി വിടട്ടെ, ഞങ്ങളുടെ പേരിലല്ലല്ലോ മക്കളുടെ പേരിലല്ലേ, മക്കൾക്ക് കൊടുത്ത് തിരിച്ചെടുക്കുന്നെങ്കിൽ എടുക്കട്ടെ എന്ന് പറയുന്നത്. കാരണം നഷ്ടപ്പെടാൻ നിങ്ങൾക്കൊന്നുമില്ല. നിങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ഇളയ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ മൂത്ത കുട്ടിക്കാണ് ഒന്നുമില്ലാത്തത്. കൊല്ലം സുധി മരിച്ചുപോയി, അതിൻ്റെ അമ്മയും ജീവിച്ചിരിക്കില്ല. ആകെയുള്ള രക്തബന്ധം എന്ന് പറഞ്ഞാൽ കൊല്ലം സുധിയുടെ അമ്മയും ജ്യേഷ്ഠനും അവരൊക്കെയാണ് ആ കുട്ടിക്കുള്ള ആകെയുള്ള ബന്ധുക്കൾ. അപ്പോൾ ഇതൊക്കെ നഷ്ടപ്പെടുന്നതും ഇതൊക്കെ ബാധിക്കുന്നതും കിച്ചു എന്ന് പറയുന്ന കുട്ടിയാണ്. കാരണം ഇപ്പം കിച്ചു ചെയ്ത ആ ലൈവ് പോലും അതിനെ ബാധിക്കും. അപ്പം ഇപ്പം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പോലും കിച്ചുവിനെതിരെ തിരിയാനുള്ളൊരു അവസരം കൂടെ കൊണ്ടുവച്ചത് ഈ രേണുസുതി എന്ന് പറയുന്ന ആൾ തന്നെയാണ്. നിങ്ങളുടെ അഹങ്കാരം കൊണ്ടും നിങ്ങളുടെ പുച്ഛം കൊണ്ടും നിങ്ങളുടെ അവഹേളനം കൊണ്ടും ഒക്കെയാണ് ആ കുട്ടികൾക്ക് ഇന്ന് അത് നഷ്ടപ്പെടാനായിട്ട് കാരണമാകുന്നത്. നിങ്ങൾ ഒരാൾ നിമിത്തമാണ് ഇന്ന് ആ സ്ഥലവും ആ വീടും ആ കുട്ടികൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. കിച്ചു ഈ വീഡിയോ കാണുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും കിച്ചു ചെയ്യേണ്ട ഒരു കാര്യം, കിച്ചു അവരെ വിളിച്ച് സംസാരിക്കുക. ആ വീട്ടിൽ ഇനി എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉടമസ്ഥൻ എന്ന നിലയിൽ കിച്ചുവിനെയും അത് ബാധിക്കും. അത് കിച്ചു മനസ്സിലാക്കുക. ആരോടും തല്ലുപിടിക്കാനും വഴക്കിടാനും ഒന്നും എല്ലാവരും പറയുന്നത് ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് ആ വീട് തന്നവരെയും ആ വീട് വെച്ച് തന്നവരെയും ആ വസ്തു തന്നവരെയും നിങ്ങൾ അവഹേളിക്കാതിരിക്കുക എന്നൊരു വാക്ക് കിച്ചുവിന് പറയാം. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ഥലം ഇതെല്ലാം കൈവിട്ട് പോകുന്ന അവസ്ഥയിലാണ്. ഇത് വെറും ഉപ്പാപ്പക്കളിയാണെന്ന് ആരും വിചാരിക്കേണ്ട. കാരണം ബിഷപ്പ് എഴുതിയ എഗ്രിമെൻറ്റിൽ ആധാരത്തിൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. 15 വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന് ഇത് റദ്ദ് ചെയ്യാനുള്ള പൂർണ്ണ അധികാരവും അവകാശവും ഉണ്ടെന്ന് ആധാരത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലും മനസ്സിലാക്കാതെയാണ് വീണ്ടും ഈ ഒരു കാര്യത്തെ ചൊല്ലി ഇത്രയും പുച്ഛത്തോടെയും എനിക്ക് എന്ത് വന്നാലും എനിക്ക് യാതൊരു കുലുക്കോവില്ല, ഞാൻ കുലുങ്ങില്ല, എനിക്കൊരു കുന്തോവില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളും വീഡിയോയിൽ കൂടി ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കിച്ചു എന്ന് പറയുന്ന ആ കുട്ടിയെയാണ്. അത് നിങ്ങൾ മറക്കണ്ട. കിച്ചു എങ്കിലും അല്ലെങ്കിൽ കിച്ചുവിൻ്റെ വല്യച്ഛനോ വല്യമ്മയോ കിച്ചുവിൻ്റെ അച്ഛമ്മയോ ഇവരൊക്കെ ഈ കാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ കുട്ടിക്ക് ഇതൊക്കെ നഷ്ടമാകും.